നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ പ്രദേശത്തെ കൃഷി വെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുന്നു. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം നേരിടേണ്ടി വരുമെന്ന് കർഷകർ. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നും കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടിയാണ് ഉണ്ടാകുന്നതെന്നും ആക്ഷേപം. പരുത്തിപ്പുള്ളി കൂത്തലക്കാട് റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി പതിറ്റാണ്ടുകളായിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകി രാഷ്ട്രീയക്കാർ കപട രാഷ്ട്രീയം കളിക്കുകയാണെന്നും നാട്ടുകാർ. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും ഇനിയും അവഗണന തുടർന്നാൽ കുടുംബങ്ങൾ രംഗത്തിറങ്ങി ഗതാഗതം തടയുമെന്നും പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ പ്രദേശത്തെ കൃഷി വെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുന്നു. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർ നേരിടേണ്ടി വരിക. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നും കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടിയാണ് ഉണ്ടാകുന്നതെന്നും കർഷകർ പറയുന്നു. അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം പടവിലെ 300 ഏക്കർ, തൊട്ടുപുരയിലെ 100 ഏക്കർ, കൊടയാട്ടിയിലെ 250 ഏക്കർ, അന്തിക്കാട് പഞ്ചായത്തിലെ പടവിൽ 1800 ഏക്കർ എന്നിവിടങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ ദുരിതത്തിലായത്. വിത കഴിഞ്ഞ് 80 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങളാണിവ. കൊയ്യാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ 2 ആഴ്ചയിലധികമായി കൃഷിയിടത്തിലേക്ക് വെള്ളം കിട്ടാതെ സ്ഥിതിയാണ്. ചിമ്മിനി ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഇടയിൽ വെച്ച് തടയണ നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് ലഭിക്കാത്ത സാഹചര്യമെന്നാണ് കർഷകർ പറയുന്നത്. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണ് ഉള്ളതെന്നാണ് കർഷകരുടെ പരാതി. വെള്ളം തുറന്നുവിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പാടശേഖരത്തെ പുറഞ്ചാലിൽ വെള്ളം എത്തിയിട്ടില്ലെന്നും കർഷകർ പറയുന്നു. അന്തിക്കാട് പാടശേഖരത്തിൻ്റെ സെക്രട്ടറി ശരത്താണ്. ജനുവരി 22 തൊട്ടിവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമായിട്ട് ഞങ്ങൾ ദിനദിനമായിട്ട് KLDC ഉദ്യോഗസ്ഥന്മാർ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെള്ളമില്ലാതെ നെല്ല് വന്ന് കതിര് വന്നിട്ട് ഇപ്പോൾ കരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വെള്ളം വേണം. അവർ പറഞ്ഞ് വെള്ളം വിട്ടിരുന്നു പറഞ്ഞിട്ടും ഇവിടെ ഇതുവരെ തുള്ളി വെള്ളം നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പടവിലേക്ക് വെള്ളത്താതെ കൃഷി നശിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ 2 ദിവസം കൂടി വെള്ളം എത്തിയില്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ നമുക്ക് കത്തിച്ചേണ്ട അവസ്ഥയിലേക്ക് പോകും. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വളരെയധികം വീഴ്ച തന്നെയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് ഏറ്റവും വീഴ്ച വരുന്നത്. അവരുടെ ഭാഗത്ത് ഒരു വിധ സഹായവും ഇല്ല. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അവർ മറുപടി ഇന്ന് വിട്ടു, വെള്ളം വിട്ടു, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് മാത്രമല്ലാതെ വേറെ ഒരു കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലില്ല. ഒപ്പം തന്നെ ഞങ്ങളുടെ ജില്ലാ കോൽക്കഷോധങ്ങളുണ്ട്, അവിടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും ഈ പറഞ്ഞ മാതിരി മോണിറ്ററിംഗ് കമ്മിറ്റി പോലെ ആളുകളുണ്ട്. അതൊന്നും ഒരു മോണിറ്റർ ചെയ്യാനോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും തയ്യാറായിട്ട് വരുന്നില്ല. എൻ്റെ പേര് രാകേഷ്. ഞാൻ കർഷക സംഘത്തിൻ്റെ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ട്രഷററാണ്. ഇവിടെ നമുക്കറിയാം, ഇതിന് തൊട്ട് അപ്പുറത്ത് കാണുന്നത് ഇറിഗേഷൻ കനാലാണ്. 20 ദിവസമായിട്ട് ആ ചാല് വറ്റിക്കെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അരിമ്പൂർ പഞ്ചായത്ത്, അന്തിക്കാട് മേഖല എന്നീ പ്രദേശങ്ങളിലെ നിലങ്ങൾ ഏകദേശം 2500 ഏക്കറയ്ക്ക് മുകളിൽ നെൽകൃഷി നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇപ്പോൾ 2 ദിവസത്തിനകം വെള്ളം വന്നില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഇവിടുത്തെ കർഷകർ നേരിടേണ്ട ഒരവസ്ഥയാണ്. ഇവിടെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഇറിഗേഷൻ ഓഫീസുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. പക്ഷേ ഫോൺ വരെ അവരെടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. ഇത്ര ദിവസമായി കർഷകർ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് കൃഷി വകുപ്പിൻ്റെ ടീമോ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥരോ ഇതുവരെയായിട്ടും ഈ പ്രദേശത്തേക്ക് പോലും വന്നിട്ടില്ല. ഇത് ശക്തമായ പ്രതിഷേധമാണ് കർഷക സംഘം. കാരണം ഇറിഗേഷൻ ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാവുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ പരസ്യമായ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പരുത്തിപ്പുള്ളി കൂത്തലക്കാട് റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി പതിറ്റാണ്ടുകളായിട്ടും നവീകരണ പ്രവർത്തികൾ നടത്താത്തതിനാൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകി രാഷ്ട്രീയക്കാർ കപട രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും നാട്ടുകാർ. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും ഇനിയും അവഗണന തുടർന്നാൽ കുടുംബങ്ങൾ രംഗത്തിറങ്ങി ഗതാഗതം തടയുമെന്നും പ്രദേശവാസികൾ. കാൽതട പോലും ദുസ്സഹമായ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ വാർഡ് മെമ്പറെയും പഞ്ചായത്ത് ഓഫീസിലും അറിയിച്ചിട്ടും എല്ലാവരും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ കാരണം ഓരോ തെരഞ്ഞെടുപ്പ് വേളകളിലും പ്രതീക്ഷയുടെ വാഗ്ദാനങ്ങൾ മാത്രം നൽകി സ്ഥലം വിടുന്ന രാഷ്ട്രീയക്കാരുടെയും ജനപ്രതിനിധികളുടെയും കപട നിലപാടിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നത്. കുത്തന്നൂർ, പെരിങ്ങോട്ടുകുരിശി, കോട്ടായി മേഖലകളിൽ നിന്നും മങ്കര, പത്തിരിപ്പാല പ്രദേശങ്ങളിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണിത്. പരുത്തിപ്പുള്ളിയിൽ നിന്നും തുടങ്ങി കാളിക്കാവ് റോഡിൽ ചേരുന്ന കൂത്തലക്കാട് റോഡ് നിരവധി സ്കൂൾ ബസ്സുകളും റൂട്ട് ബസ്സും ഉൾപ്പെടെ ചെറുതും വലുതുമായ അനേകം വാഹനങ്ങൾ ഗതാഗതം നടത്തുന്ന റോഡിലെ കുഴികൾ ഇക്കഴിഞ്ഞ മഴക്കാലത്ത് വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ വാഹനം ഉൾപ്പെടെ മറിഞ്ഞ്
ചേറിലും ചെളിയിലും മുങ്ങുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ദുരിതയാത്രയ്ക്ക് ഉടനെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയത്. ഇനിയും ഉണർന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നാട്ടുകാർ കുടുംബസമേതം രംഗത്തിറങ്ങി ഗതാഗതം പൂർണ്ണമായും തടയുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. അതേസമയം കുത്തലക്കാട് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ഉടനെ പണി തുടങ്ങുമെന്നും പെരിങ്ങോട്ടുകുരിശി പഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് പറഞ്ഞു. അകത്തേക്ക് കടത്തിയിട്ടില്ല. നാട്ടുകാർ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. മാർച്ച് വരെ സമയത്തെടുക്കും. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ റോഡ് പൂർണ്ണമായിട്ടും നമ്മൾ തടസ്സപ്പെടുത്തും. ഒരു ഗതാഗത പോലും ഒരു വണ്ടി പോലും അകത്തേക്ക് കിടക്കില്ല. ഈ റോഡ് ഉപരോധിക്കുക തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സയൻസ് ദേശീയ ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് ഷൊർണൂരിൽ ഇന്ന് തിരശ്ശീല വീഴും. തിങ്കളാഴ്ച 2 സ്ക്രീനുകളിലായി 10 ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. 5 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന സയൻസ് മേളയ്ക്ക് ചൊവ്വാഴ്ച തിരശ്ശീല വീഴും. ഷൊർണൂരിലെ അനുരാഗ് സിനിമാസിൽ 2 സ്ക്രീനുകളിലായാണ് മേളയുടെ ഭാഗമായി പ്രദർശനങ്ങൾ നടക്കുന്നത്. 4-ാം ദിനമായ തിങ്കളാഴ്ച 10 ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. പോയാലോ? റെഡിയല്ലേ? ഇൻട്രോ നമുക്ക് എടുക്കാല്ലേ? മത്സര വിഭാഗങ്ങളിൽ 14 ഡോക്യുമെന്ററികളും 17 ഹ്രസ്വ ചിത്രങ്ങളുമാണ് പ്രദർശിപ്പിക്കുന്നത്. മേളയുടെ സമാപന ദിനമായ ചൊവ്വാഴ്ച 6 പ്രദർശനങ്ങൾ നടക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഇത് കൂടാതെ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഹ്രസ്വ ചിത്രങ്ങൾ, ഹൈക്കു ചിത്രങ്ങളുടെ ഒരു പാക്കേജ് പാലക്കാട് നിന്നുള്ള ഇൻസൈറ്റ് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പാക്കേജായിരുന്നു ഉണ്ടായിരുന്നത്. മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായ പ്രേമേന്ദ്ര മജുംദാർ, അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖനായ ഡോക്യുമെൻ്ററി സംവിധായകൻ രാജേഷ് ജെയിംസ് തുടങ്ങിയവർ അവതരിപ്പിച്ച പാക്കേജുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജൂറി മെമ്പേഴ്സായിട്ട് വിധികർത്താക്കളായിട്ട് എത്തിയിരിക്കുന്നത് ഈ മേളയിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ 5 മണിക്ക് പ്രഖ്യാപിക്കും. അതിനുശേഷം അവാർഡ് ചിത്രങ്ങൾ സ്ക്രീനിങ്ങുകൾ കൂടി ഉണ്ടാകും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയാണ് സംഘാടനം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഫെബ്രുവരി 12-ന് ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമായി ഷൊർണൂരിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. CATU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. V. വേണുഗോപാൽ ജാഥ ക്യാപ്റ്റനായുള്ള ജാഥ വൈകിട്ട് കുളപ്പുള്ളിയിൽ സമാപിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമായി വരുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിലുള്ള തൊഴിലില്ലായ്മ അതിരൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിലാണ് 2004 ഒന്നാം UPA സർക്കാർ, ആ ഒന്നാം UPA സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അന്ന് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നതുകൊണ്ടും BJPയുടെ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം UPA സർക്കാരിനെ പിന്തുണയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. RG പിള്ള, LC സെക്രട്ടറി ND ദിൽഷാദ്, മണികണ്ഠൻ, ജാഥ ക്യാപ്റ്റൻ V. വേണുഗോപാൽ, വൈസ് ക്യാപ്റ്റൻ K. ഗോപാലകൃഷ്ണൻ, മാനേജർ KP മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. തുറന്നാരംഭിച്ച കാൽനട പ്രചരണ ജാഥ കുളപ്പുള്ളിയിൽ സമാപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച 12 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണമായാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് സ്വയം തൊഴിലിന്റെ ഭാഗമായി കുടുംബശ്രീ നിളയോരം ബഗിന്റെ പ്രവർത്തനം തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ബഗ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളെ കൂടുതൽ സ്വയം തൊഴിൽ രംഗത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നഗരസഭ നടപ്പാക്കുന്നത്. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് സമീപത്താണ് കുടുംബശ്രീകൾ നടത്തുന്ന നിളയോരം എന്ന പേരിൽ ബങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ബങ്കിന്റെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല നിർവഹിച്ചു. വനിതകൾക്ക് സ്വയം സംരംഭം എന്നുള്ള ഒരു വകുപ്പിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീക്ക് ഈ ബഗ് വാങ്ങുന്നതിനുള്ള തുക കൈമാറിയിട്ടുള്ളത്. ഇതിൽ 2,40,000 രൂപ വായ്പയും 1,68,000 രൂപ സബ്സിഡി തുക പദ്ധതി പൈസയിൽ നിന്നാണ് അനുവദിച്ചിട്ടുള്ളത്. സ്ത്രീകളെ കൂടുതൽ സ്വയം തൊഴിൽ രംഗത്തേക്ക് ആകർഷിക്കുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. കൂടാതെ സ്ത്രീകൾക്ക് ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ട സഹായം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബങ്കുകൾ ഇത്തരത്തിലുള്ള ബങ്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ ഇത് രണ്ടാമത്തെ ബങ്കാണ്. ഇനിയും 3 ബങ്കുകൾ കൂടി വരാനുണ്ട്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ബങ്കുകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ 2 ബങ്കിന്റെ പ്രവർത്തനമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ബാക്കി 3 ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CK സൗമ്യ, VC സിന്ധു, കൗൺസിലർമാരായ M മുകുന്ദൻ, PR ഷീജ, M രജിത, CDS ചെയർപേഴ്സൺ ദീപ, മറ്റു കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്ത്രീകളെ കൂടുതൽ സ്വയം തൊഴിൽ രംഗത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നഗരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇത്തരം പദ്ധതികൾക്ക് 2026-27 വാർഷിക പദ്ധതിയിലും തുക നീക്കിവച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് റൂറൽ ബ്ലോക്ക് 34ാം വാർഷിക സമ്മേളനം മങ്കരയിൽ നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. റൂറൽ ബ്ലോക്ക് പ്രസിഡന്റ് പാർത്ഥസ്വാരഥി അധ്യക്ഷത വഹിച്ചു. മാസിക അവാർഡ് വിതരണം മങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജീവ് നിർവഹിച്ചു. C കൃഷ്ണദാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. AP മുരളീധരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P കൃഷ്ണദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. A കാസിം വരവ് ചെലവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്, PK ഹരിദാസൻ, P സത്യഭാമ, P കൃഷ്ണൻകുട്ടി, P രാജഗോപാൽ, PR രാജേശ്വരി, MC വാസുദേവൻ, KC ബാലൻ, KK കൗസല്യ, PD രവീന്ദ്രൻ നായർ, N രാധാകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. KM ബാലകൃഷ്ണൻ സ്വാഗതവും PP പ്രേമ നന്ദിയും പറഞ്ഞു. മാർച്ച് 30-31 കോങ്ങാട് വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുത്തിപ്പള്ളി ചന്ദ്രാസ് ജനകീയ വായനശാലയുടെയും 8ാം വാർഡ് വികസന സമിതിയുടെയും ടൈഗർ കിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും പാലക്കാട് ജില്ലാ ആശുപത്രി മൊബൈൽ ടെലി ഓഫ്താൽമോളജി യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓളപ്പമണ്ണ സാംസ്കാരിക നിലയത്തിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിൽ രോഹൻ സാറാണ് നേതൃത്വം വഹിക്കുന്നത്. അവരുടെയൊക്കെ കൂട്ടായ്മയുടെ ഒരു നേതൃത്വത്തിൽ ഇന്നിവിടെ ക്യാമ്പ് നടക്കുക. ഈ ക്യാമ്പിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെയൊക്കെ നാളെ ജില്ലാ ആശുപത്രി കൊണ്ടുപോയിട്ട് ഒരു ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. തിമിര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തായാലും കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ക്ലബ്ബുകൾ ഇവിടെ ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ നല്ല രീതിയിലുള്ള ക്യാമ്പയിനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത് നേതൃത്വത്തിൽ. സംഘാടക സമിതി അംഗം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 8ാം വാർഡ് വികസന സമിതി അധ്യക്ഷയുമായ KC ഗ്രീഷ്മ അധ്യക്ഷത വഹിച്ചു. പരുത്തിപ്പള്ളി ഒളപ്പമണ്ണ സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ KP രവിശങ്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ ആശുപത്രി ഡോക്ടർ റോഹൻ, ആലത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അശോക് കുമാർ, പെരിങ്ങോട്ടുകുറിശി 4ാം വാർഡ് മെമ്പർ SC പ്രിയ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി അംഗം നന്ദിയും പറഞ്ഞു. ഷൊർണൂർ കുളപ്പള്ളി ഇരട്ടമ്പലം ക്ഷേത്രത്തിലെ മേൽശാന്തി എവറസ്റ്റ് കീഴടക്കിയതിന്റെ ആഹ്ലാദത്തിലാണ്. ഷൊർണൂർ കവളപ്പാറ ആലമ്പള്ളി മനയിൽ 32-കാരനായ AM ശ്രീലാൽ
തിരിച്ച് ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഭക്തർക്ക് ചോദിക്കാനുള്ളത് യാത്രയെക്കുറിച്ചാണ്. കഴിഞ്ഞ 13 വർഷമായി കുളപ്പള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്യുകയാണ് ശ്രീലാൽ. വളരെ അഭിമാനവും സന്തോഷവും ആഹ്ലാദമൊക്കെ കൂടെയാണ് ഞങ്ങളിപ്പോൾ കമ്മിറ്റിക്കാർ മുഴുവൻ ഇവിടെ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മേൽശാന്തി ശ്രീലാൽ ആലമ്പള്ളി. അദ്ദേഹം വലിയൊരു ദൗത്യം വിജയിച്ചിട്ട് വന്നു നിൽക്കുകയാണ്. ഹിമാലയത്തിൻ്റെ ബേസ് ക്യാമ്പ് വരെ കയറി കഴിഞ്ഞ ജനുവരി മാസത്തിൽ എവറസ്റ്റ് കയറിയിട്ട് വന്ന് നിൽക്കുകയാണ്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഈ എവറസ്റ്റ് കയറിയിട്ടുള്ള ഒരു മേൽശാന്തി ഉള്ളതായിട്ട് ഞാൻ കുറേ നോക്കി, അറിയില്ല. അപ്പോൾ അതിൽ ഏറ്റവും അഭിമാനം ഞങ്ങൾക്ക് ഉള്ളതാണ്. ഞങ്ങളുടെ തിരുമേനി എവറസ്റ്റ് കയറിയ ആളാണെന്ന്. പാലക്കാട് ജില്ലയിലാകെ 3 ആളട്ടെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൂട്ടിയിട്ട് എവറസ്റ്റ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഭഗവാന്റെ ആ എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല അറിയാം. അദ്ദേഹം അങ്ങനെ 3 നേരം ഭഗവാന് വേണ്ടിയിട്ട് പൂജയും കാര്യങ്ങളും ചെയ്യണതിൻ്റെ ആ ഒരു ശക്തി അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന, ചില സമയത്ത് ഒരു ബൈക്കിൽ മുമ്പൊരു ഹിമാലയൻ ബൈക്കാണുള്ളത്, അതുകൊണ്ട് ഒരു 2 ദിവസത്തെ ടൂറൊക്കെ പോകുന്നത് കാണാറുണ്ട്. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയും വലിയൊരു സംഭവം മൂപ്പര് നിറവേറ്റി വരുന്നുള്ളത്. ഇതിൽ വളരെയധികം ഞങ്ങളെല്ലാവരും കമ്മിറ്റിക്കാർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും ഒക്കെ അദ്ദേഹത്തിനോട് വളരെയധികം ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു, വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഷൊർണൂർ കുളപ്പള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന മേൽശാന്തിക്ക് എവറസ്റ്റ് കൊടുമുടി കയറാൻ ഒരാഗ്രഹം. പിന്നീടൊന്നും നോക്കിയില്ല. യാത്ര കഴിഞ്ഞു വരുന്നതുവരെ ക്ഷേത്രത്തിലെ പൂജകൾ മുടങ്ങാതിരിക്കാൻ താൽക്കാലികമായി മറ്റൊരു പൂജാരിയെ വെച്ച് കവളപ്പാറ ആലമ്പിള്ളി മനയിൽ 32-കാരനായ AM ശ്രീലാൽ ജനുവരി 16 വൈകിട്ട് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ വഴി നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് വിമാനം കയറി. 17-ന് കാഠ്മണ്ഡുവിലെത്തി ട്രക്കിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങിയ ശേഷം 40 മിനിറ്റ് നേരം കൊണ്ട് അടുത്ത വിമാനത്തിൽ കയറി ലുക്ലയിൽ എത്തി. പിന്നീട് എവറസ്റ്റ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചു. എല്ലാ ദിവസവും രാവിലെ 7-ന് യാത്ര ആരംഭിച്ച് വൈകിട്ട് 3 മണിയോടെ നിർത്തും. പിന്നീട് അടുത്ത ദിവസം വീണ്ടും യാത്ര തുടരും. ഇത്തരത്തിൽ 14 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീലാൽ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. 5364 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പ് അങ്ങനെ കീഴടക്കി. പിന്തുണച്ച ക്ഷേത്ര ഭാരവാഹികൾക്കും നാട്ടുകാർക്കും നന്ദി. അതൊരു പാഷനാണ്, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ജോലിയോടുകൂടി. -32 ഡിഗ്രി തണുപ്പും ദുർഘടപാതയും എവറസ്റ്റിലേക്കുള്ള യാത്രയ്ക്ക് വെല്ലുവിളി ഉയർത്തിയെങ്കിലും അതിനെ മറികടന്ന് തന്റെ സ്വപ്ന ലോകം മുന്നിൽ കണ്ടായിരുന്നു ശ്രീലാലിന്റെ യാത്ര. ഒരു ദിവസം ബേസ് ക്യാമ്പിൽ ചിലവഴിച്ച ശേഷമാണ് തിരിച്ചെത്തിയത്. ജനുവരി 30-ന് നാട്ടിൽ തിരിച്ചെത്തിയ മേൽശാന്തിയോട് ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ: യാത്ര എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ 13 വർഷമായി കുളപ്പള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ MM ശ്രീലാൽ മേൽശാന്തിയായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എവറസ്റ്റ് കൊടുമുടി കയറിയത് ഇതാദ്യമാണ്. ലോകത്തുള്ള 7 പർവ്വതനിരകളിൽ കയറണമെന്നാണ് മേൽശാന്തിയായ ശ്രീലാലിന്റെ വലിയ ആഗ്രഹം. അച്ഛനായ ഉമയൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ഹരിനാരായണനും അമ്മ അനിതയും യാത്രകൾക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PM മുരളീധരന്റെ നിര്യാണത്തിൽ ഷൊർണൂർ ടൗണിൽ സർവകക്ഷി അനുസ്മരണ യോഗം നടന്നു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ, KPSC സെക്രട്ടറി പ്രൊഫസർ KA തുളസി, നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല, CPM LC സെക്രട്ടറി ND ദിൻഷാദ്, IUML നേതാവ് TM യൂസഫ് ഹാജി, CPIയിലെ സോമൻ, DCC ഭാരവാഹികളായ TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, VKP വിജയനുണ്ണി, VK ശ്രീകൃഷ്ണൻ, TK ബഷീർ, V ആനന്ദ്, A ഉണ്ണികൃഷ്ണൻ, അനിൽകുമാർ, അജിത് മാസ്റ്റർ, EA ഗീത, TK ആഷിഖ്, VG ശ്രീനിവാസൻ, അജിത് മാസ്റ്റർ, അനിൽകുമാർ, VP രാധാകൃഷ്ണൻ, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എങ്ങനെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഏറ്റവും ലാളിത്യത്തോടെ ജീവിച്ചു മരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് മുരളിയേട്ടൻ. 2004 ഷൊർണൂരിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് എനിക്ക് മുരളിയേട്ടനെ പരിചയം. അതിനു മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ MP-യുടെ വാക്കുകളിലൂടെ അറിയാം എന്നുള്ളതാണ് വസ്തുത. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സർവകക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ശ്രീ മാരിയമ്മൻ കോവിലിൽ പൂജാ മഹോത്സവം തുടരുന്നു. ചൊവ്വാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നാഗപൂജയും പുള്ളുവൻ പാട്ടും നടന്നു.
നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് ഓട്ടൻതുള്ളൽ, തായമ്പക എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ പ്രദേശത്തെ കൃഷി വെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുന്നു. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം നേരിടേണ്ടി വരുമെന്ന് കർഷകർ. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നും കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടിയാണ് ഉണ്ടാകുന്നതെന്നും ആക്ഷേപം. പരുത്തിപ്പുള്ളി കൂത്തലക്കാട് റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി പതിറ്റാണ്ടുകളായിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകി രാഷ്ട്രീയക്കാർ കപട രാഷ്ട്രീയം കളിക്കുകയാണെന്നും നാട്ടുകാർ. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും ഇനിയും അവഗണന തുടർന്നാൽ കുടുംബങ്ങൾ രംഗത്തിറങ്ങി ഗതാഗതം തടയുമെന്നും പ്രദേശവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.